ഇവരിൽ ആരെങ്കിലും ആണോ? നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. അവൾക്ക് എങ്ങനെയാ തോന്നിയത് എന്നോട് ഇതൊക്കെ സംസാരിക്കാൻ? എന്താണ് അവളുടെ വിചാരം? ഈ ലോകത്ത് അവള് മാത്രമേ ഉള്ളൂ തിരക്കുള്ള വ്യക്തി. നമുക്കൊന്നും തിരക്കില്ലല്ലോ. ഇനി വരട്ടെ എന്നോട് സംസാരിക്കാൻ. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വാക്ക് പോലും ഞാൻ വിട്ടില്ല. അവളെ കൊണ്ട് ഒരു വാക്ക് പറയാനും സമ്മതിക്കില്ല. അവളുടെ വായിൽ ഞാൻ സെലോട്ടായി പൊട്ടിക്കും. പറയാനുള്ള കാര്യം പറയാനും പറ്റിയില്ലല്ലോ. അവളെന്തായാലും ഇങ്ങോട്ട് വരട്ടെ. അവൾക്കുള്ള പണി ഞാൻ കൊടുക്കും. ഒരു ഫോട്ടോയിലും ഇല്ലല്ലോ. അതെങ്ങനെ സംഭവിക്കും? എനിക്ക് അറിയാവുന്ന ഒരാള്, ഈ വീട്ടിൽ എപ്പോഴും വന്നു പോകുന്ന ഒരാള്, എന്നിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എത്ര നാളായി ഞാൻ ഇയാളുടെ പുറകെ നടക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരാണ് ആ വ്യക്തി? അമ്മയ്ക്ക് അറിയാൻ കഴിയുന്നു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ലക്ഷ്യത്തിന്റെ ഇത്രയും അടുത്തെത്തിയിട്ട് നമുക്ക് അയാളെ പിടിക്കാൻ കഴിയുന്നില്ലല്ലോ. അമ്മയോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്ത അയാളെ അമ്മ കിഡ്നാപ്പ് ചെയ്തവരെ കൊണ്ടുപോയി, എന്നിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പ്രശ്നങ്ങൾ കൂടിക്കൂടി വരിക. എന്റെ സമയം വളരെ മോശമാണ്. ഇന്നലെ വരെ ഞാൻ വിശ്വസിച്ചത് എല്ലാം ശരിയാവുന്ന, പക്ഷെ ഇന്ന് തോന്നുന്ന ഞാൻ ആകെ തോറ്റുപോയിന്ന്. എന്റെ മുന്നിൽ വേറെ വഴിയില്ലെന്ന്. ഇല്ല ഇല്ല, വേണ്ട അമ്മ. അമ്മ കരയല്ലേ പ്ലീസ്. അമ്മ ഇങ്ങനെ കരഞ്ഞു കണ്ട എനിക്ക് സഹായിക്കാൻ കഴിയില്ല. അമ്മ എന്നെ ഇന്ന് സഹായിച്ചിട്ടേ ഉള്ളൂ. എന്റെ അമ്മ ഒന്നും പറയാൻ നോക്കണ്ട. അമ്മ എന്നോട് പറഞ്ഞില്ലേ അമ്മയുടെ കിഡ്നാപ്പിന് പിറകിൽ തനുവാണെന്ന്? അമ്മ അത്രയും പറഞ്ഞതുകൊണ്ട് അടുത്ത പ്ലാനിങ്ങിൽ അത് എന്തുമാത്രം സഹായിക്കുമെന്നറിയോ? പിന്നെ അമ്മ ഇതും പറഞ്ഞു, ഇത്രയും നാള് നമ്മളെ തിരിഞ്ഞുകൊണ്ട് നടന്ന ആളെ അമ്മ കണ്ടിട്ടുണ്ടെന്ന്. തനുവിന്റെ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛന്. മതി അമ്മ, ഇത്രയും മതി. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അമ്മ എനിക്ക് അയാളുടെ മുഖവും കാണിച്ചു തരും. എനിക്ക് ഉറപ്പാ അത്. അയാൾ ഈ വീട്ടിൽ വന്നു പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അയാൾ അമ്മയെ കാണാൻ ഇവിടെ വരും. അപ്പൊ അമ്മ എന്നോട് ആംഗ്യം കാണിച്ചാ മതി. അല്ലതിങ്ങനെ കരയാൻ നിക്കല്ലേ. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ അമ്മയോട് മനസ്സിന് ഒരുപാട് വിഷമിപ്പിക്കരുതെന്ന്? അതുകൊണ്ട് കരയല്ലേ അമ്മ. ഒരു കാര്യമില്ലാതെ ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്യും, എല്ലാവരെയും വിളിക്കും, എല്ലാവരുടെ ഫോട്ടോ എടുക്കുകയും ചെയ്യും, എന്നിട്ട് അമ്മയെ കാണിക്കും. എന്റെ അമ്മ ടെൻഷൻ ആവില്ലേ പ്ലീസ്? ഇഞ്ചക്ഷനുള്ള ടൈം ആയിട്ടുണ്ട്. കരയല്ലേ. ഇഞ്ചക്ഷൻ എടുത്തിട്ട് അമ്മ റെസ്റ്റ് ചെയ്യണം കേട്ടോ. ആരായിരിക്കും അയാൾ? എനിക്കറിയാവുന്ന എല്ലാവരെയും കുറിച്ചും ഞാൻ ചിന്തിച്ചു. ഈ വീട്ടിൽ വന്നു പോകുന്നയാൾ ഓഫീസിലുള്ള ആരും ആയിരിക്കില്ല. പിന്നെ അദ്ദേഹത്തിന് അറിയുന്ന ആരെങ്കിലും ആണോ? എനിക്കും അറിയാവുന്ന ഒരു വ്യക്തി? ഏതെങ്കിലും പ്രൊഡ്യൂസർ, ആഡ് മേക്കർ, അതോ തനുവുമായി വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഏജന്റുമാരാണോ? ഇനി ജോലിയുടെ കാര്യം പറഞ്ഞു വന്നതാവോ? ഞാൻ ഈ വ്യക്തിയിലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടത്? ഈ അവസരം എനിക്ക് നഷ്ടപ്പെടുത്താനും കഴിയില്ല. എങ്ങനെയെങ്കിലും അയാളെ കുറിച്ച് അറിഞ്ഞേ മതിയാകൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവളോട് ഡിവോഴ്സിന്റെ കാര്യം പറയണോ അതോ വേണ്ടേ? സെർലാൻഡ് ഇങ്ങനെ കിടക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും അവളുടെ അമ്മയല്ലേ, അത് ശരിയാവില്ല. ഒരു കാര്യം ഓർത്താ തനു പറയുന്നതും ശരിയാ. ആൻറ്റിക്ക് എപ്പോൾ അസുഖം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ തനു എനിക്ക് സമാധാനം തരില്ല. ഇനി ഡിവോഴ്സിന്റെ കാര്യവും പറഞ്ഞ് ആ മുഖാമ്പയുടെ അടുത്ത് ചെന്നാൽ അവളുടെ വായിലുള്ളതൊക്കെ കേൾക്കേണ്ടിയും വരും. ഇതിപ്പോ ഞാൻ പെട്ടുപോയതുപോലെയുണ്ട്. സെർലാൻഡ് എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ആ തലതിരിഞ്ഞ മുഖാമ്പയുടെ കൈ എൻ്റെ കയ്യിലെടുത്ത് വെച്ച് തരികയും ചെയ്തു. ഞാൻ അവളെ വെറുക്കുന്നതിൻ്റെ ഇരട്ടി ആൻറ്റി അവളെ വെറുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ അവളുടെ കഴുത്ത എൻ്റെ കയ്യിൽ പിടിച്ച് തരേണ്ടത് അവളെ അങ്ങ് കൊല്ലാനായിട്ട്. ആൻറ്റിക്ക് പറയാനുള്ളത് ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ആൻറ്റി തന്നെയല്ലേ എൻ്റെയും തനുവിൻ്റെയും കല്യാണത്തിന് പെർമിഷൻ തന്നത്. അപ്പോൾ പിന്നെ ഞാൻ പ്രിയയോടൊപ്പം ജീവിക്കണമെന്ന് ആൻറ്റി വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. അവരൊരു അമ്മയാണ്. അപ്പോൾ എന്തായാലും മോളുടെ ജീവിതത്തെപ്പറ്റി ഓർത്ത് ടെൻഷനുണ്ടാവും. അതിപ്പോൾ ഞാൻ ഓർക്കേണ്ട ആവശ്യം എന്തോ? ഇപ്പോൾ എൻ്റെ ലക്ഷ്യം തനുവും ഞാനുമായിട്ടുള്ള കല്യാണം. അതിലൊരു സത്യമുണ്ട്.
അത് നിന്റെ കടമയുമാണ്. ഇപ്പോഴും തനു എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോകുന്ന കാര്യം ഞാൻ ഓർക്കുന്നില്ല. പോരാത്തതിന് ആ പ്രിയെ ഓർത്ത് ഞാൻ ടെൻഷനും ആവുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപമാണ്. നീ സ്വയം കൺട്രോൾ ചെയ്യാവി. നീ ഒരു സ്റ്റാറായി തീരാൻ വേണ്ടി ഒരുപാട് സഹിച്ചതല്ലേ? അതേ മനസ്സ് വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിറവേറ്റും. അത് നിന്റെ കടമയാണ്, തനുവിനോടുള്ള കടമ. അല്ലാതെ വെറുതെ പ്രിയയെപ്പറ്റി ചിന്തിക്കുകയല്ല. മതി, ഒരുപാടായി. ഇനിയും ടൈം കളയാൻ പറ്റില്ല. ഡിവോഴ്സ് കിട്ടാൻ ലേറ്റാകും. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് തന്നെ പ്രിയയോടത് സംസാരിച്ചേ പറ്റൂ. നാളെ അച്ചമ്മയോടും കാര്യങ്ങൾ സംസാരിക്കാം. എന്നിട്ട് അച്ചമ്മ വഴി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ആ, അത് മതി. ഈ ആലി ഇത് എവിടെ പോയതാ? എത്ര നേരം അവളെ കാത്തിരിക്കുക. വിളിച്ചിട്ടാണെങ്കിലും ഫോണും കിട്ടുന്നില്ല. ഒരു മിനിറ്റ്, ഇനി ഇവളിവിടെ നിന്നെങ്ങനെ താമസം മാറി കാണൂ? എനിക്ക് ആദ്യം അറിയായിരുന്നു അവൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന്. ആലിയ, തനു, നീ എന്റെ മുറിയിൽ എന്താ ചെയ്യുന്നത്? നീ എങ്ങനെയാ അകത്ത് വന്ന? ഞാൻ വാതിലടച്ചിരു. ഇല്ലല്ലോ, വാതിൽ തുറന്നിരുന്നു. ഞാൻ വെറുതെ പുഷ് ചെയ്ത് നോക്കി. ആദ്യം ഈ ലോക്ക് ശരിയാക്കണം, അല്ലെങ്കിൽ ഈ വീട് ഒരു പൊതുസ്ഥലമായിട്ട് മാറും. പിന്നെ ഒരു രഹസ്യം സൂക്ഷിക്കാനും കഴിയില്ല. പറയൂ, എന്താ പ്രശ്നം? നിനക്കെങ്ങനെ മനസ്സിലായി ഞാനൊരു പ്രശ്നം പറയാനാ വന്നേന്ന്? ഇന്ന് വരെ അങ്ങനെയാണല്ലോ നടന്നിട്ടുള്ളത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി എൻ്റെ അടുത്ത് വരും. പെട്ടെന്ന് പറയും, എന്താ കാര്യം? അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് എന്നിട്ട് ഉറങ്ങുകയും വേണം. നീ ഒരുപാട് മാറിപ്പോയി. ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു. എന്നിട്ട് നീ എപ്പോഴാ വന്നേന്ന് പോലും ചോദിക്കാതെ നിന്റെ സമയക്കുറവിനെ കുറിച്ചാണോ പറയുന്നേ? ഓഫ് കോഴ്സ്, സമയം മാത്രമായി ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. അതെന്താണെന്നറിയോ? ഒരുപാട് ജോലിയുണ്ട്, സമയം വളരെ കുറവും. സോ ഐ ഹാവ് ടു ഫിനിഷ് എവറിത്തിങ് വിത്തിൻ ദാറ്റ് ടൈം. പിന്നെ നിന്റെ പ്രശ്നം ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നീ വേറെ ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കും നിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഓക്കെ ഓക്കെ. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആലിയ? അല്ലെ, ഞാൻ നിന്റെ സമയം കളയില്ല. പക്ഷെ എൻ്റെ പ്രോബ്ലത്തിന്റെ ലിസ്റ്റ് കുറച്ച് വലുതാണ്. എങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ആദ്യം പറയാം, ബാക്കിയുള്ളതൊക്കെ പിന്നെ പറയാം. അലി, എനിക്ക് 2 പ്രശ്നങ്ങളുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ടെൻഷൻ. ഒന്ന് സരളാൻറ്റി, അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ അസുഖം മാറാം. അടുത്തത് ആ ബ്ലാക്ക് മെയിലർ. അയാൾക്ക് എന്നെക്കുറിച്ചും നിഖിലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഐ മീൻ, അയാളുടെ കയ്യിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നിഖിലാണെന്ന് തെളിവുമുണ്ട്. ആദ്യം അയാൾ ആ തെളിവ് എനിക്ക് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് മറ്റാർക്കെങ്കിലും കൊടുക്കുമെന്നാ. ബൈ ചാൻസ് അയാൾ ആ ഡീല് പ്രിയമായിട്ടെങ്ങനെ നടത്തിയാൽ എൻ്റെ കാര്യം തീരുമാനമാവും. പ്രോബ്ലം കുറച്ച് കോംപ്ലിക്കേറ്റഡാ. ഒരു കാര്യം ചെയ്യ്, നീ എല്ലാ കാര്യങ്ങളും പറയ്. എപ്പോ എന്തൊക്കെ സംഭവിച്ചു, നീ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട്? പ്രോബ്ലം ഉണ്ട്, അതിന് പരിഹാരവും ഉണ്ട്. ഞാൻ എന്ത് പറയുന്നോ നീ അതുപോലെ തന്നെ ചെയ്യണം തനു. ആലിയ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ ചെയ്യും. പക്ഷെ എനിക്ക് അതിനൊരു സൊല്യൂഷൻ വേണം, പ്ലീസ്. ഈ ലൈറ്റ് എങ്ങനെ ഓഫായത്? അത് അമ്മയുടെ മുറിയല്ലേ? നഴ്സ്, നഴ്സ്, ആരാ അകത്ത്? കഥക് തുറക്കാൻ. അമ്മേ, അതെ, ഒന്ന് എഴുന്നേറ്റേ, ഒന്ന് എഴുന്നേക്കാൻ പ്ലീസ്, ഒന്ന് വേഗം എഴുന്നേറ്റേ. എന്താ കാര്യം? ഒരു പ്രശ്നമുണ്ട്. നിന്റെ പ്രശ്നമല്ലേ, നീ തന്നെ അങ്ങ് ശരിയാക്കി പോയി. എന്നെ എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അതെ, ഒന്ന് എഴുന്നേറ്റേ പ്ലീസ്, ഒന്ന് വേഗം എഴുന്നേറ്റേ, എന്നെ ഒന്ന് സഹായിച്ചേ. ആണോ?
നിനക്ക് എന്നോട് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഇപ്പൊ വന്നത്? നോക്ക്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തെ? അമ്മയുടെ മുറിയിൽ ആരോ കയറി കഥ കടച്ചു. ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി, ബഹളം വെച്ചു, എന്നിട്ട് കഥക് തുറക്കുന്നില്ല. പ്ലീസ് ഒന്ന് സഹായിക്കൂ. ഒരു മിനിറ്റ്, ഇത് നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള അടവല്ലല്ലോ. വെറുതെ എന്റെ ഉറക്കം കളഞ്ഞാലുണ്ടല്ലോ നിന്നെ. അമ്മയുടെ കാര്യത്തെ തമാശ കാണിക്കുന്നു തോന്നുന്നുണ്ടോ? അമ്മയുടെ റൂമിൽ ആരോ കയറിയിട്ടുണ്ട്. ഒന്ന് വന്ന് നോക്കോ? വാതില് തുറക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഡോർ അടഞ്ഞിരുന്നു. ലോക്ക് ചെയ്തിരിക്കായിരുന്നു ഞാൻ. തനു, നീ എപ്പോഴാ വന്നത് അബി? നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അബി, ഞാനത് ഇതുവഴി പോയപ്പോൾ ആൻറ്റി ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻറ്റിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഞാൻ ആൻറ്റിയെ നന്നായി നോക്കുമെന്ന്. എത്രയും വേഗം എല്ലാം ഒന്ന് ശരിയാവാൻ, നമ്മുടെ കല്യാണം നടക്കാൻ. അബി, എനിക്കറിയാം നിനക്ക് എത്ര നല്ല മനസ്സാ ഉള്ളതെന്ന്. സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കും. ഇപ്പൊ നോക്കൂ, പ്രിയ നിന്നോട് എന്താ ചെയ്തതെന്ന്. എന്നിട്ട് നീ പ്രിയയുടെ അമ്മയുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധിക്കുന്നില്ലേ? അതിൻ്റെ കാരണം നീ അവരെ സ്വന്തം അമ്മയായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ നിനക്ക് നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഹോണസ്റ്റ്ലി ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നീ ഒരിക്കലും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടി ആൻറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും ഇവിടെ വരും. ഒരാവശ്യം ഇല്ലെങ്കിലും ഞാനിവിടെ വരും. എന്തായാലും വരും. ഇനി നിന്നെ സ്നേഹിക്കാൻ വേണ്ടി നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കല്യാണം നടന്നില്ലെങ്കിലും എൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യാലോ. പിന്നെ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് എനിക്ക് വിചാരിക്കാലോ. പക്ഷെ അബി, പ്രിയ നിന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിനർത്ഥം അവൾക്ക് ഞാനിവിടെ വരുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഞാനിവിടെ ആൻറ്റിയുടെ അടുത്ത് നിൽക്കുന്നതൊന്നും. അബി, നിനക്കും അതാ ഇഷ്ടമെങ്കിൽ പ്ലീസ് എന്നോട് പറഞ്ഞോളൂ. ഐ പ്രോമിസ്, ഞാൻ ഇനി ഇവിടെ വരില്ല. ഇല്ല തനു, അത് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും അത് മാറി. ഒത്തിരി ലേറ്റായി, നീ പോയി കിടന്നുറങ്ങും. അവൾ അദ്ദേഹത്തെ വിഡ്ഢിയാക്കുന്നു. ഇദ്ദേഹമാണെങ്കിൽ വിഡ്ഢിയാകാൻ തയ്യാറാകുന്നു. പക്ഷെ ഞാൻ ഇത് അനുവദിക്കില്ല. ഇവളുടെ കള്ളത്തരം ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ തെളിയിക്കും. ഈ പ്രിയയുടെ ഒരു കാര്യം, അവൾക്ക് ബുദ്ധിയില്ല, അത് സമ്മതിച്ചു. പക്ഷെ മണ്ടത്തരമെങ്കിലും കാണിക്കായിരുന്നൂടെ? മറ്റുള്ളവരുടെ സമാധാനം കളയാനായിട്ട് ഇറങ്ങി തിരിച്ചോളൂ. ആ പാവം തനു അവിടെ ആൻറ്റിയെ കാണാനാ പോയത്. പക്ഷെ ഇവള് വിചാരിച്ചതോ? തലയ്ക്കകത്തുണ്ടായിരുന്ന കൺഫ്യൂഷനൊക്കെ മാറിയോ? അതോ എന്നോട് സംസാരിക്കാനുള്ള നിന്റെ നമ്പറായിരുന്നോ? ക്ലിയർ ആയത് വേറൊരു കാര്യോ? അവള് നിങ്ങളെ ഇമോഷണൽ ഫൂൾ ആക്കുന്നു, നിങ്ങൾ അതിന് നിന്നു കൊടുക്കുന്നു. എന്നെ ഫൂളാക്കിയെന്നാണോ? അതായത് തനു കള്ളം പറഞ്ഞു എന്നല്ലേ? തനു അവിടെ പോയത് ആൻറ്റിയെ കാണാനല്ല, മറിച്ച് ആൻറ്റിയെ കൊല്ലാനായിരുന്നു അല്ലേ? അതെ. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പണ്ട് വെറുതെ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടുമായിരുന്നു, ഇപ്പോൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുമല്ലേ? അല്ല, ആൻറ്റിക്ക് ആക്സിഡന്റ് ഉണ്ടായതിന് നീ ലോകത്തുള്ള എല്ലാവരും തെറ്റു പറയോ? പിന്നെ നീ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കും. താനും എന്തിനാ ആൻറ്റിയെ കൊല്ലണം? അവൾക്ക് എന്ത് ശത്രുതയാ ആൻറ്റിയോടുള്ളത്? അമ്മയോട് അവൾക്ക് ശത്രുത ഇല്ലായിരിക്കും, പക്ഷെ എന്നോടുണ്ടല്ലോ. ഞാൻ കാരണമല്ലേ അവളുടെ കല്യാണം നടക്കാത്തത്. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൾ അമ്മ എന്തെങ്കിലും ചെയ്താലോ? എന്ത് കണക്ഷനാ നീ ചേർത്ത് വെച്ചത്? മകളോട് പ്രതികാരം തീർക്കാൻ വേണ്ടി അമ്മയെ ആക്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും എന്നോട് പ്രതികാരം ഉണ്ടെങ്കിൽ അത് അച്ചമ്മയോട് തീർക്കുമായിരിക്കും അല്ലേ? അതെനിക്കറിയില്ല.
പക്ഷെ ഒന്ന് ഞാൻ പറയാം, തനു എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിക്കാനേ കൊള്ളില്ല. പിന്നെ പിന്നെ അവൾ എന്റെ അമ്മയെ സംരക്ഷിക്കുന്നു കാണിക്കുന്നതൊക്കെ വെറും അഭിനയോ? അവൾ അമ്മയെ കാണാൻ വന്നു എന്നാണല്ലോ പറയുന്നത്. എങ്കിൽ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന എന്തിനാ വാതിലടച്ച് ലോക്ക് ചെയ്യുന്നത്? നീ എന്താ മറന്നുപോയോ? നമ്മൾ അവിടെ ചെന്നപ്പോൾ ആ റൂമിൽ ലൈറ്റും ഉണ്ടായിരുന്നു, പിന്നെ ഡോറും ലോക്കല്ലായിരുന്നു. അതേ ഞാൻ പറയാൻ വന്നത്. ഞാൻ ചെന്ന സമയത്ത് ലൈറ്റും ഇല്ലായിരുന്നു, കതകും അടച്ചിരുന്നു. അവളുടെ ഉദ്ദേശം മറ്റെന്തോ ആയിരുന്നു. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് വന്നു എന്ന് കണ്ടപ്പോഴാണ് അവള് ലൈറ്റ് ഓൺ ആക്കിയതും ഡോറ് തുറന്നു വെച്ചതും. പിന്നെ അവളുടെ അഭിനയം തുടങ്ങി. അഭിനയിക്കുന്നത് അവളല്ല, നീയാ. ശരി, ഞാൻ സമ്മതിക്കാം ഇതൊക്കെ അവളുടെ അഭിനയമാണെന്ന്. പക്ഷേ അതിലെന്ത് തെറ്റാ ഉള്ളത്? ആന്റി ഒന്ന് എണിച്ചു നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവളാ. അവളുടെ കല്യാണം ഒന്ന് നടന്നു കിട്ടാൻ നീ വെറുതെ എന്തിനാ പ്രിയ ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കുന്നതല്ല, അവൾക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് എക്സാക്ട്ലി. ഇപ്പൊ നീ പറഞ്ഞ കാരണം ശരിയാ. അവൾക്ക് നിന്നെ ഇഷ്ടമല്ല, നിനക്ക് അവളെ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടല്ലേ നീ അവളെ തെറ്റുകാരിയാക്കാൻ നോക്കുന്നത്? പ്രതികാരം അവളല്ല, നീയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ. ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ പറ. താനി പറഞ്ഞത് ശരിയല്ലേ? ഞങ്ങളുടെ കല്യാണത്തിന് തടസ്സം നിൽക്കുന്നത് നീയല്ലേ? ഇദ്ദേഹം ഞാൻ എന്ത് പറഞ്ഞാലും തല തിരിഞ്ഞ് ചിന്തിക്കും. ഞാൻ പറയുന്നത് വിശ്വസിപ്പിക്കാൻ നോക്കുമ്പോ അദ്ദേഹം തനുവിന്റെ സൈഡ് നിൽക്കുന്നു. ഇദ്ദേഹത്തിന്റെ വിശ്വാസം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ തനു പിന്നെ എന്തും ചെയ്യും. പക്ഷെ ഈ സമയത്ത് അമ്മയുടെ ജീവൻ വെച്ച് റിസ്ക് എടുക്കാൻ കഴിയില്ല. കാരണം തനുവിനറിയാം അമ്മയ്ക്ക് സുഖമായാൽ അവളുടെ സത്യം പുറത്താവുമെന്ന്. നിന്റെ മുഖലക്ഷണം ഒന്ന് നോക്കുകയായിരുന്നു. നീ ഇനി എന്ത് കഥയാണ് ഉണ്ടാക്കുന്നത്? കഥ പറയുന്നതിന് മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ കഥ കേൾക്കാനേ എനിക്ക് ഒരു താല്പര്യമില്ല, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിലും നല്ലത് ഞാൻ അമ്മയുടെ അടുത്ത് പോയിരിക്കുന്നതാ. തനുവിൽ നിന്നെങ്കിലും അമ്മയെ രക്ഷിക്കാമല്ലോ. എനിക്ക് മനസ്സിലാവാത്തത് സത്യം നിങ്ങൾ അറിയാത്തതാണോ അതോ അറിയാൻ ശ്രമിക്കാത്തതാണോ? ഇവളെ ഒന്നും പറയാനും പറ്റില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഡിവോഴ്സും തരില്ല, എല്ലാ കാര്യവും കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ആലിയ പറയുന്നത് ശരിയാ. സിംഹത്തെ കൂട്ടുപിടിച്ച കാട്ടിൽ മറ്റു മൃഗങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. അബി എന്നെ വിശ്വസിക്കുന്നിടത്തോളം കാലം ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അബി എൻ്റെ അടുത്തുള്ളിടത്തോളം കാലം പ്രിയെ നിന്നും അകന്നിരിക്കും. നന്നായി എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് മറ്റാരുടെയോ ആണെന്നുള്ള സംശയം അബിക്കില്ലാത്തത്. അബി എന്നെ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ ആ ബ്ലാക്ക് മെയിലറുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് കിട്ടിയാൽ മതി. പിന്നെ അബി എന്നെ അന്ധമായി വിശ്വസിക്കാൻ തുടങ്ങും.